അള്ളാഹുവിൻ്റെ അൽ-അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ മഹത്തായ ഒരു ഇസ്മാണ് വാജിദ് എന്നത്. എല്ലാത്തിനെയും കണ്ടെത്തിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ ഈ ഇസ്മ വന്നിട്ടില്ല. ഇതിൻ്റെ അബ്ജദിയത്ത് 14 അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എത്തിക്കുന്നു. എല്ലാ വസ്തുക്കളിലും ഗനിയാണ്, ഐശ്വര്യവാനാണ് അള്ളാഹു. എല്ലാ കാര്യങ്ങളെക്കൊണ്ടും ഐശ്വര്യവാനാണ് അള്ളാഹു. സർവ വസ്തുക്കളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാളിറാണ്, സന്നിഹിതമായതാണ്. ഒരു നിലക്കും മറ്റൊന്നിലേക്ക് ആവശ്യമില്ലാത്ത രൂപത്തിൽ നിരുപാധികം ഐശ്വര്യവാനാണ് അള്ളാഹു. ഈ രൂപത്തിലെല്ലാം വാജിദ് എന്നതിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു വാജിദ് എന്ന ഇസ്മിന് 2 അർത്ഥം ഉണ്ട്. ഒന്ന്, എല്ലാത്തിനെയും അറിയുന്നവൻ. മറ്റൊന്ന്, ഐശ്വര്യമായവൻ. ഈ 2 അർത്ഥവും അള്ളാഹുവിൽ ഉള്ളതാണ്. സർവ വസ്തുക്കളെയും അള്ളാഹു അറിഞ്ഞുകൊണ്ട് എത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, സർവ വസ്തുക്കളെ കൊണ്ടും അള്ളാഹു ഐശ്വര്യവാനുമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് വാജിദ്, എല്ലാത്തിനെയും കണ്ടെത്തിക്കുന്നവൻ എന്ന തിരിച്ചറിവിലേക്ക് അവൻ എത്തുമ്പോൾ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഒന്നിനെയും അവൻ തേടുകയില്ല. മറ്റുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ പിശാചുക്കളെ ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് അവൻ പോവുകയോ പൈശാചികമായ നിരക്കുള്ള സഹായങ്ങൾ തേടുകയോ ചെയ്യുകയില്ല. എന്ന് മാത്രമല്ല, അവൻ്റെ സർവകാര്യങ്ങളും അള്ളാഹുവിൻ്റെ മേലിൽ അവൻ ഭരമേൽപ്പിക്കുകയും ചെയ്യും. ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് അള്ളാഹു വാജിദുമാണ്, മൗജൂദുമാണ്. അള്ളാഹു ഉള്ളവനാണ്, എല്ലാത്തിനെയും എത്തിക്കുന്നവനുമാണ്. അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടികൾ അവകൾ മൗജൂദാണെങ്കിലും അത് നിരുപാധികം മൗജൂദല്ല, നിരുപാധികം ഉള്ളതല്ല. മറിച്ച് അള്ളാഹു ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായതാണ്. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത വസ്തുക്കൾ വാജിദാണ്, പലതിനെയും കണ്ടെത്തിക്കുന്നവരാണ്. എങ്കിലും അള്ളാഹു വാജിദാക്കിയപ്പോൾ മാത്രം വാജിദായവരാണ് അവർ. സ്വന്തമായ നിലക്ക് മറ്റുള്ളതിനെ കണ്ടെത്തിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല. കാരണം സൃഷ്ടികളെ നാം എടുത്തു പരിശോധിക്കുമ്പോൾ അവർ പല കാര്യങ്ങളെയും കണ്ടെത്തിക്കുന്നുണ്ടെങ്കിലും അവൻ എത്തിച്ച കാര്യങ്ങളെക്കാൾ എത്തിക്കാത്ത കാര്യങ്ങളാണ് കൂടുതൽ എന്ന് നമുക്ക് ബോധ്യമാവും. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അള്ളാഹു ചില കാര്യങ്ങളെ കണ്ടെത്തിക്കാൻ അവന് കഴിവ് നൽകിയപ്പോൾ അവൻ അതിനെ കണ്ടെത്തിച്ചു. സ്വന്തമായ നിലയിൽ ഒരുപാട് കാര്യങ്ങളെ കണ്ടെത്തിക്കാൻ കഴിയാത്തവനാണ് സൃഷ്ടികൾ. വാജിദ് എന്ന ഇസ്മുമായിട്ട് താല്ലുക്ക് ആകേണ്ടത്
എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ കൊണ്ട് ഐശ്വര്യം സിദ്ധിക്കലിലൂടെയും സർവകാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കലിലൂടെയുമാണ്. എന്ത് കാര്യത്തിനും അള്ളാഹു മതിയായവനാണ്. എനിക്കെന്ത് കാര്യവും എത്തിച്ചു തരാൻ കെൽപ്പുള്ളവനാണ്. എല്ലാത്തിനെയും എത്തിക്കുന്നവനായ വാജിദായ എൻ്റെ അള്ളാഹു. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല, ശിർക്കിൻ്റെ മേഖലകളിലേക്ക് പോകേണ്ടതില്ല എന്ന ആ ഒരു തിരിച്ചറിവും അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഉറപ്പും ആ മനുഷ്യനിൽ ഉണ്ടാകും എന്നത് ഈ ഇസ്മുമായി ബന്ധം പുലർത്തുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. ഈ മഹത്തായ ഇസ്മു കൊണ്ട് സ്വഭാവം സിദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹു തആല എപ്പോഴും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു എന്നെ തൊട്ട് ഒരിക്കലും അശ്രദ്ധയിലാകുന്നില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം വളരെ സൂക്ഷ്മതയിൽ ഞാൻ ജീവിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധത്തിലേക്ക് എത്തൽ ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുന്നതിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങൾ അത് അവർക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തി അവർക്ക് നമ്മൾ നൽകുമ്പോൾ തീർച്ചയായും അതും ഈ ഇസ്മു കൊണ്ടുള്ള സ്വഭാവം സിദ്ധിക്കലാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. വഴി അറിയാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാത്രക്കാരനെ നാം കാണുമ്പോൾ അവനെ ശരിയായ വഴി പറഞ്ഞുകൊടുത്ത് അവൻ്റെ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക. ദീനിൻ്റെ വഴിയിൽ തന്നെ പിഴച്ച മാർഗങ്ങളിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ, തെറ്റിൻ്റെ വഴികളിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാളെ സന്മാർഗത്തിൻ്റെയും നന്മയുടെയും വഴിയിലേക്ക് വഴി നടത്തുക. ആരാരും സഹായിക്കാനില്ലാതെ വിഷമത്തോടെ ഇരിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ അവനെ നമ്മിലേക്ക് ചേർത്ത് പിടിച്ച് അവന് അഭയം നൽകുക. ദരിദ്രനായ പാവപ്പെട്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ അവന് ആവശ്യമുള്ളത് നൽകുകയും അവൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് നിറവേറ്റിക്കൊടുക്കുകയും വിശക്കുന്നവനെ കാണുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുക. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ സമ്പത്ത് നമുക്കെവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ആ മുസ്ലിമിലേക്കത് തിരിച്ച് ഏൽപ്പിക്കുന്നത് വരെ ആ സമ്പത്ത് സംരക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാജിദെന്ന ഇസ്മുമായി സ്വഭാവം സിദ്ധിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. വാജിദെന്ന ഇസ്മിനെ അതിൻ്റെ അബ്ജദീയത്ത് പ്രകാരമോ അതിലധികമോ നാം ചൊല്ലുമ്പോൾ തീർച്ചയായും നമുക്ക് ഉണ്ടാകുന്ന നേട്ടം, നമ്മളുടെ ഖൽബിന് ശക്തി ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും അത് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. നമുക്കത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ഉള്ളിൽ, ഖൽബിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത വലിയ ആനന്ദമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നമുക്ക് അറിയാത്ത, നമ്മൾ പ്രവേശിക്കാത്ത പല അറിവിൻ്റെ മേഖലകളും നമ്മിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ പല ഗുണങ്ങളും വാജിദ് എന്ന ഇസ്മിന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മോട് എതിരായി നിൽക്കുന്ന സൃഷ്ടികൾ നമുക്ക് വശപ്പെടാനും നമ്മുടെ മേൽ അധികാരമുള്ള ആളുകൾക്ക് നമ്മോട് കൃപയും കാരുണ്യവും ഉണ്ടാകാനും തീർച്ചയായും ഈ ഇസ്മ
സഹായകമാകും എന്നാണ്. വാജിദ് എന്ന ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം ഉണ്ട്. അബു അലി ഷഖീഖ് ബിൻ ഇബ്രാഹിം അൽ ബൽഖി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ സത്യമായ സരണിയിലേക്ക് വരാനും ആത്മീയതയിലേക്ക് ഉയരാനുമുണ്ടായ ഒരു ചരിത്രം കിതാബുകളിൽ കാണാം. അദ്ദേഹം ഒരിക്കൽ ഒരു അടിമയായ കുട്ടി വളരെ സന്തോഷത്തോടെ കളിതമാശകളിൽ ഏർപ്പെടുന്ന ഒരവസ്ഥ അദ്ദേഹം കണ്ടു. ആ ഒരു സന്ദർഭം ജനങ്ങളൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ ജനങ്ങൾ കഠിനമായ വിഷമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിഷമങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ, ആ പ്രയാസങ്ങളെ മൈൻഡ് ചെയ്യാതെ സന്തോഷത്തിലും ആനന്ദത്തിലും കളിക്കുന്ന ഒരടിമയെ അബു അലി ഷഖീഖ് എന്നവർ കണ്ടപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, ജനങ്ങൾ പ്രയാസപ്പെടുന്ന അവസ്ഥയല്ലേ ഇപ്പോൾ, പിന്നെന്താണ് നിങ്ങൾ ഒരു മനപ്രയാസം പോലുമില്ലാതെ കളി തമാശകളിലും വിനോദത്തിലുമായി കഴിഞ്ഞുകൂടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി അബു അലി ഷഖീഖിനോട് മറുപടി പറയുകയാണ്, എനിക്ക് എന്തിന് വിഷമിക്കണം, ഞാൻ എന്തിന് പ്രയാസപ്പെടണം, എൻ്റെ യജമാനൻ, ആ യജമാനന് ഒരു ഗ്രാമം ഉണ്ട്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആ ഗ്രാമത്തിൽ നിന്ന് യജമാനൻ എനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. അങ്ങനെയുള്ളൊരു യജമാനൻ എനിക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിന് പ്രയാസപ്പെടണം എന്നാണ് ആ അടിമയായ കുട്ടി അബു അലി ഷഖീഖിനോട് ചോദിച്ചത്. ഉടനെ അബു അലി ഷഖീഖ് എന്ന മനുഷ്യൻ ചിന്തിക്കുകയാണ്, എന്നാൽ സർവ ആകാശങ്ങളും ഭൂമിയും പ്രപഞ്ചമൊട്ടാകെ ഉടമപ്പെടുത്തിയ ഒരു സയ്യിദ്, ഒരു യജമാനൻ, ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന് പിന്നെ എന്ത് പ്രയാസമാണ് ഇവിടെ ഉള്ളത്? അവന് പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എല്ലാത്തിനെയും കണ്ടെത്തിക്കുന്ന ഒരു യജമാൻ ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആവശ്യമുള്ളതൊക്കെ ആ യജമാനൻ കൊടുക്കുകയില്ലേ എന്ന ആ ഒരു ചിന്ത അബു അലി ഷഖീഖ് എന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ആ ചിന്തയിലൂടെ അവർ ആത്മീയതയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നാണ്. അള്ളാഹു ഈ മഹത്തായ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കാനും അതുകൊണ്ടുള്ള ഗുണങ്ങൾ നേടാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ.